എല്ലാവർക്കും നമസ്കാരം. മൈ സിർക്കേഡിയൻ ആപ്പ് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ 15 ദിവസം അവരൊന്നും പറഞ്ഞില്ലെങ്കിലും 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെനിക്ക് ഇമെയിൽ വഴി റിപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇമെയിൽ വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ആപ്പ് കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് ആ ആപ്പ്. ഇത് നമ്മളുടെ ആപ്പ് സ്റ്റോറിലൊക്കെ പോയാൽ കാണും. ഒരു തല, അതിൻ്റെ തലയുടെ മുകളിൽ ഒരു ക്ലോക്ക് ഒക്കെ ആയിട്ടുള്ള തല. ഇതാണ് മൈ സിർക്കേഡിയൻ ആപ്പ്. ഈ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ ഈ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആദ്യം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഹൗ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ബ്ലോഗ്സ്, അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ അവിടെ കിട്ടും. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും ബെവറേജസും ഒക്കെ എന്നും നമുക്ക് എന്ത് വെള്ളം കുടിച്ചാലും, എന്ത് കഴിച്ചാലും, എന്ത് എക്സസൈസ് ചെയ്താലും, എത്ര നേരം ഉറങ്ങിയാലും, മെഡിറ്റേറ്റ് ചെയ്താലും എല്ലാം നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ നീങ്ങി പോകുന്നത് ഓരോ ബ്ലോഗ്സ് ആണ്. സ്ട്രെസ്, മൂഡ്, വിച്ച് കാർബ് ക്യാൻ യു ഈറ്റ്. അതിന് മുമ്പ് വന്നത് സ്ട്രെസ്, മൂഡ് ആൻഡ് സ്ലീപ്പ്. ഇതെല്ലാം നമ്മളുടെ ബ്ലഡ് ഷുഗറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്ട്രെസ്ഡ് ആണെങ്കിൽ ഉടനെ ഷുഗർ കൂടും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ എല്ലാം ഇതിലിപ്പോൾ ഇതാ അത് വന്നു. ഇതെന്തായിരുന്നു എന്ന് ഞാൻ നോക്കിയില്ല. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവരുടെ ബ്ലോഗിൽ നിന്നുള്ള, അവരുടെ വെബ്സൈറ്റിലുള്ള ബ്ലോഗിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മസിൽ പാർട്ട് 2 എക്സസൈസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ്. എല്ലാ തരത്തിലുള്ള മസിൽസിന് എന്തൊക്കെ എക്സസൈസ് കൊടുക്കണമെന്ന് വരെ ഇതിനകത്ത്, ആ ബ്ലോഗിനകത്തുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിക്കുന്നതും മറ്റുമൊക്കെ എൻ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് ആദ്യം ആ കുക്കുംബർ ജ്യൂസാണ് കുടിച്ചത്. അപ്പോൾ കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് ഈ ഫുഡ് ആൻഡ് ബെവറേജസ്, വെള്ളം അല്ലാത്ത എല്ലാ ബെവറേജും ഇതിനകത്താണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഫുഡ് ആൻഡ് ബെവറേജസിൽ പോവും. എന്നിട്ട് ഇതാണ് ക്യാമറ. ഈ ക്യാമറ ടച്ച് ചെയ്താൽ എനിക്കതിൻ്റെ ഇവിടെ 2 സിമ്പിൾ വരും. അപ്പോൾ അതിൽ ഇത് ക്യാമറയും ഇതിൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ക്യാമറയും ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയുമാണ്. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള പ്ലേറ്റിലെല്ലാം വിളമ്പിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ എൻ്റെ സൗകര്യം അനുസരിച്ച് എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നതെന്ന് വെച്ചോളൂ. ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരു പടം എടുക്കാൻ പറ്റും. പടം എടുത്ത് കഴിയുന്നതിൻ്റെ കൂടെ അതിൻ്റെ ടൈമും ഇവിടെ വരും. ടുഡേ 9:45 AM. അപ്പോൾ ഈ ടൈമും വരും, ഈ പടവും എടുക്കും. എന്നിട്ട് ഞാനിത് ഇവിടെ സേവ് ചെയ്താൽ മതി. അപ്പം ഞാൻ 9:45 എന്താണ് കഴിച്ചത് എന്നുള്ളത് അവർക്ക് പടമായിട്ട് കിട്ടും. ഇവിടെ എനിക്ക് വാട്ട് ഡിഡ് യു ഹാവ് എന്നുള്ളിടത്ത് എനിക്ക് എഴുതാൻ ചോറ്, വെജിറ്റബിൾ, ക്യാബേജ്, ബീൻസ് എന്നൊക്കെ എഴുതി അതും കൂടെ വെച്ച് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണ് കഴിച്ചതെന്ന് അവർക്ക് മനസ്സിലാകും. ഞാനാണെങ്കിൽ ഓരോ ഫാസ്റ്റിംഗ് ഷുഗറും എടുക്കുന്നുണ്ട്. ഓരോ തവണത്തെ ഭക്ഷണം കഴിഞ്ഞ് 2 hours കഴിയുന്നുള്ള ഷുഗറും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് എന്ത് കഴിച്ചപ്പോൾ എങ്ങനെ എൻ്റെ ബോഡി റിയാക്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോൾ ടൈമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിർക്കേഡിയൻ റിതം വെച്ചാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പം ആ സിർക്കേഡിയൻ റിതം അനുസരിച്ച് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാണ് ഹെവി ആയിട്ട് വല്ലതും കഴിക്കാവൂ. അല്ലെങ്കിൽ മുമ്പ് വെള്ളം കുടിക്കാം. കട്ടൻ കാപ്പി അത്യാവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടാതെ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് കുടിക്കാം. അങ്ങനെയാണ് അവർ പറയുന്നത്. അത് അപ്പോഴാണ് ബോഡി ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആകുന്നത്. അന്നേരം ഞാൻ ഈ 2 മണിക്കൂർ കഴിഞ്ഞ് 8 മണിക്കാണ് ഞാൻ 6 മണിക്ക് എണീറ്റിട്ട് 8 മണിക്കാണ് ഞാൻ എൻ്റെ കുക്കുംബർ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പുഴുങ്ങിയ ഏത്തക്കയാണ് കഴിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അപ്പം അതെങ്ങനെയാണ് കഴിച്ചത് എന്നൊക്കെ, അതിനുകൊണ്ട് പ്രത്യേകതകൾ. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇത് എൻ്റർ ചെയ്യും. എന്നിട്ട് 2 മണിക്കൂർ ആകാൻ പോകുന്നേ ഉള്ളൂ. 10 മണിയാകുമ്പോൾ ഞാൻ ഷുഗർ നോക്കും, അതും എൻ്റർ ചെയ്യും. അപ്പോൾ ഇത്രയും ഷുഗർ മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സ്ട്രിപ്സ് കോസ്റ്റ് ഒരുപാടാകും എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾക്ക് ചീപ്പർ ഓപ്ഷൻസ് ഉണ്ട്. 100 സ്ട്രിപ്പ് വെച്ച് വാങ്ങിച്ചാൽ 7 രൂപ, 8 രൂപയിൽ താഴെ നിൽക്കുന്ന സ്ട്രിപ്പുകളുണ്ട്. ഓൺ കോൾ പ്ലസ് എന്ന് പറയുന്നതും അലേറെ G1 എന്ന് പറയുന്നതും. ഇത് രണ്ടും
നല്ല സ്ട്രിപ്സ് ആണ്, ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതുമാണ് ഓൺ കോൾ പ്ലസ്. അലറേജ് ഈവൻ പുറത്തു നിന്നുള്ളതായതുകൊണ്ട് ആരും അധികം റെക്കമെൻഡ് ചെയ്യത്തില്ലെങ്കിൽ ആമസോണിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ 7-8 രൂപയേ ആകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പീരിയഡ് നമ്മൾ ഫൈറ്റിംഗ് ഫോർ അവർ ഹെൽത്ത്, ആ പീരീഡിൽ ഒരു ദിവസം ഞാൻ രാവിലെ ഫാസ്റ്റിങ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്, ലഞ്ച് കഴിഞ്ഞ്, ഡിന്നർ കഴിഞ്ഞ്, അങ്ങനെ 4 സ്ട്രിപ്പ് 32 റുപ്പീസിന് അകത്തുള്ള സ്ട്രിപ്സ് ചിലവാക്കുന്നുണ്ട്. ഈ 32 റുപ്പീസിനകത്തുള്ള സ്ട്രിപ്സ് ചിലവാക്കിയാലും എൻ്റെ ഒരു ദിവസത്തെ ഇൻസുലിൻ്റെ കോസ്റ്റിൻ്റെ 1/3 പോലും അതാകത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല, ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിതിൽ എല്ലാ കാര്യങ്ങളും എൻറ്റർ ചെയ്യാം. വെള്ളം കുടിക്കുമ്പോൾ ഞാൻ കാണിച്ചുമായിരുന്നു. വെള്ളം കുടിക്കുമ്പോൾ ഞാൻ പ്ലസ് എന്നിടണം ആദ്യം, എന്നിട്ട് ഇവിടെ വെള്ളം, വാട്ടർ പ്ലസ് എന്നിട്ടാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. സേവ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വെള്ളം, ഇന്ന് കുടിച്ച വെള്ളം എത്രയാണ്, എത്ര മണിക്ക് കുടിച്ചു, ടുഡേ അറ്റ് വിച്ച് വാട്ട് ടൈമും വരുന്നുണ്ട് എന്നുള്ള റെക്കോർഡ്സൊക്കെ അവർക്ക് കിട്ടും. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ മുമ്പേ തന്നെ ഒരെണ്ണം അധികമായിട്ട് എൻ്റർ ചെയ്ത്, 1/2 ലിറ്റർ അല്ല, ഞാൻ 1/4 ലിറ്റർ വെള്ളമേ കുടിച്ചുള്ളൂ. പക്ഷെ ഒരു ഗ്ലാസ് കുക്കുംബർ അടിച്ചത് വെള്ളമായിട്ട് കുടിച്ചാൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഫുഡ് ആൻഡ് ബെവറേജസ് ഞാൻ കാണിച്ചു. എക്സസൈസ് ഏതൊക്കെ തരത്തിലുള്ള എക്സസൈസ് ആണെന്നും എപ്പോൾ തൊട്ട് എപ്പോൾ വരെ എക്സസൈസ് ചെയ്തെന്നും ഇതിനകത്ത് എൻ്റർ ചെയ്യാം. എൻ്ററിങ് ഒക്കെ വളരെ ഈസിയാണ്. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്, സെലക്ട്. അപ്പോൾ ടൈം ഇവിടെ വരും. 9:30 സ്റ്റാർട്ട് ചെയ്തു. എൻഡഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിനും ടൈം വരും. അത് വെച്ച് നമുക്ക് സേവ് ചെയ്താൽ മതി. ഇത് എൻ്റർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് ചെയ്താൽ നമ്മൾക്ക് ഇത് അവർ ചാർജ് ചെയ്തൊന്നുമില്ല, ഇത് അവർ റിസർച്ച് ചെയ്യുകയാണ്, ഈ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളൊക്കെ സ്റ്റഡി സബ്ജക്ട്സ് ആണ്. ഇപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ്, ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ അതെന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. എൻ്റെ ശരീരം എങ്ങനെയൊക്കെ ഏതൊക്കെ ഫുഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതൊന്ന്. രണ്ടാമത് ഈ ഓരോ തരത്തിലുള്ള ആളുകൾക്കും വേറെയാണ്. വൈറ്റ്സിന് നമ്മളെ അമേരിക്കൻസ്, യൂറോപ്യൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മളുടെ ഏഷ്യൻസ് ആൻഡ് ഹിസ്പാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബോഡിയുടെ ടൈപ്പും റിയാക്ഷൻസും ഒക്കെ വേറെയാണ്. ആഫ്രിക്കൻസിന് വേറെയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു സ്റ്റഡി സബ്ജക്റ്റായിട്ടാണ് നമ്മളിപ്പോൾ ആ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് നമ്മളത്. അതിനവർ പൈസ ഇങ്ങോട്ടും തരത്തില്ല, നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ട. പക്ഷെ നമുക്കിത് എന്താണ് ഈ ആപ്പ് നമ്മൾക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ ആപ്പ് നമ്മളെ കോൺഷ്യസ് ആയിട്ട് ലിവ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇൻ മാറ്റേഴ്സ് ഓഫ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഫുഡ് ആൻഡ് ബെവറേജസ്, വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ടൈം, ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ചെയ്യുന്നു, സ്ലീപ്പ്, മൂഡ്സ് ആൻഡ് സ്ട്രെസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമ്മൾ കോൺഷ്യസ് ആകുകയും അത് നമ്മളുടെ ബോഡിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഉണ്ടായ ഗുണം. എൻ്റെ ഒക്കെ ഇതായി കുറേ നാളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞ് കാബ്സ് കഴിച്ചാൽ എൻ്റെ കാര്യം അന്ന് എനിക്ക് 240 മുകളിൽ ഷുഗറായിട്ടും ഷുഗർ വരും. 280 വരുമായിരുന്നു പണ്ട് ഒരപ്പം കഴിച്ചാൽ. ഇപ്പം അത് 220 ആകും അപ്പം കഴിച്ചാൽ. അപ്പം അതുപോലെ ചില ഫുഡ്സ് നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഒരു അപ്പം കഴിച്ചാലും പുട്ട് കഴിച്ചാലും വ്യത്യാസം വരുമോ? വരും. അപ്പത്തിന് ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യും. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ആ ഈസ്റ്റൊക്കെ വന്ന് അത് ഡീകമ്പോസ് ചെയ്ത് കാർബ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാവാം. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതിനകത്ത് തേങ്ങയാണുള്ളത്, അത് ഫൈബറും ഫാറ്റും ഉള്ളതാണ്, അത് കുറയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യും. എന്താണ് അതിൽ ഈസ്റ്റ്, ആ പഞ്ചസാര എല്ലാം തിന്ന് മാറ്റും എന്നൊക്കെ പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അപ്പം നമ്മൾക്ക് വല്ലാതെ ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഭക്ഷണം ക്രമത്തിൽ നിന്ന് എല്ലാം മാറ്റേണ്ട കാര്യവും ഇല്ല. ഞാൻ ഐസ്ക്രീം കഴിക്കും. എപ്പോഴാണ് കഴിക്കുന്നത്? ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷുഗർ സ്പൈക്ക് ചെയ്യത്തേയില്ല. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അതിൽ 2 പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് 2 തരം ബാക്ടീരിയ ഉണ്ട്. ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയും ബൈഫിഡോ ബാക്ടീരിയം
അനിമാലിസ് അങ്ങനെയാണ് തോന്നുന്നു. അതിൻ്റെ 2 ബാക്ടീരിയ ഉണ്ട്. ഇത് 2 ഷുഗർ കുറയ്ക്കുന്ന ബാക്ടീരിയ ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഉച്ചയ്ക്കത്തെ എൻ്റെ ഊണെന്ന് പറഞ്ഞാൽ കുറച്ച് ചോറും ധാരാളം കൂട്ടാനുമാണ്. വളരെ ഫൈബ്രസ് ആയിട്ട് ഈ കൂട്ടാൻ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ആണ്. കുറച്ച് കൂടെ ഒരു ചെറിയ പീസ് ചിക്കനോ ഫിഷോ കാണും. അപ്പോൾ ഈ കൂട്ടാനിനകത്തൊക്കെ ചെറുപയർ മിക്കവാറും എല്ലാ ദിവസവും കൂട്ടാനിൽ കാണും. പിന്നീട് കാണുന്നത് വാഴത്തട, വാഴയുടെ പൂവ്, വാഴയ്ക്ക, ക്യാബേജ്, ബീൻസ്, ബീട്രൂട്ട്, ഇതെല്ലാം ഉണ്ട്. ഈ വെജിറ്റബിൾസിലൊക്കെ നിറയെ നാരുകളുണ്ട്. പിന്നെ തേങ്ങയിൽ നാരും ഫാറ്റും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ, ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ, ഈ ആദ്യം ചെന്ന ഭക്ഷണത്തിൻ്റെ കാരണം കൊണ്ടും ഇതിലുള്ള ബാക്ടീരിയ കൊണ്ടും, ഇത് പ്രോബയോട്ടിക് ഐസ്ക്രീം ആയതുകൊണ്ടും എൻ്റെ ഷുഗർ അതുപോലെ കൂടുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐസ്ക്രീം എന്നാണ്, അതിനകത്തും ഫാറ്റ് ഉണ്ട്. അത് ഷുഗർ സ്പൈക്കിനെ കുറയ്ക്കുന്ന സാധനമാണ്. നമ്മൾ ഒരു കഷ്ണം കേക്ക് തിന്നുന്നതിനേക്കാൾ, കേക്കിലും ഫാറ്റ് ഉണ്ട്, പക്ഷെ അതിനകത്തുള്ള മൈദ വളരെ ഹാനികരമാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ആപ്പ് യൂസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏതൊക്കെ ഭക്ഷണം എപ്പോഴൊക്കെ കഴിച്ചാൽ എന്നെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും. പിന്നെ വെള്ളം കുടിക്കാതെ ഇരിക്കുക. വെള്ളം എത്ര കുടിച്ചു എന്നറിയാം. ഇന്നിപ്പം ഞാൻ 1 ഗ്ലാസ്സേ കുടിച്ചുള്ളൂ. ഇപ്പൊ പോയി 1 ഗ്ലാസ് കൂടെ കുടിച്ചു. ഇനിയിപ്പോൾ ഒരു 2.5 ലിറ്റർ എങ്കിലും മിനിമം കഴിക്കണം. അവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമല്ലോ, അത് കഴിയുമ്പോൾ അതിൻ്റെ എറർ അവർ ഒരു ടിപ്പായിട്ട്, അവരുടെ ബ്ലോഗിലുള്ള ടിപ്പായിട്ട് എനിക്ക് അയച്ചു തരും. അപ്പൊ വെള്ളം കുടിക്കണം. ഇപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് അവരെ അറിയിച്ചത്, വെള്ളം കുടിക്കുന്നത് പോരാ, ധാരാളം വെള്ളം കുടിക്കണം. ഇനി മുമ്പും പറഞ്ഞു ഈ ഡീഹൈഡ്രേറ്റഡ് ആണ്. ഈ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് വോളിയം കുറയും. അതുകൊണ്ട് എനിക്ക് BP കുറവാണ്. അതുകൊണ്ട് വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് കൂടുകയും ചെയ്യും. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടും, BP കുറയും. പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഡീഹൈഡ്രേറ്റഡ് ആയ BP കുറയത്തൊന്നുമില്ല. BP കുറയും. പിന്നെ നമ്മൾക്ക് വേറെ ഈ ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള പലതരം കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങളും വരും. അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ് അവർ ഇന്ന് എനിക്ക് അയച്ചു തന്ന മെസ്സേജിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഓരോ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് കൊതുക്ക് പകർത്തുന്നു. ഞാൻ അതിനകത്ത് അയക്കും, ഇങ്ങനെ ഇന്ന് എൻ്റെ ഷുഗർ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഇന്നതാണ്. ഈയിടെ ഒരു ദിവസം രാവിലെ എനിക്ക് കുക്ക് ചെയ്യാൻ മടിയായിരുന്നുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആണ് കഴിച്ചത്. വാട്ടർമെലൺ ഉണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു, പേരയ്ക്ക ഉണ്ടായിരുന്നു, അങ്ങനെ അതിൻ്റെ കൂടെ ഏത്തക്ക ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ചപ്പോൾ എൻ്റെ ഷുഗർ 200-ന് മേളിൽ പോയി. അവർ പറയുന്നു എന്നോട്, ഷുഗർ ഇൻ ദ ഹീറ്റ് ഫ്രൂട്ട് ഇസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേ അത് നമ്മൾ കഴിക്കുന്ന വോളിയം ഒന്നിച്ച് കഴിക്കാതെ സ്റ്റാഗർ ചെയ്ത, പക്ഷേ യു ഹാവ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. അതാണ് അവർ പറഞ്ഞത്. അപ്പം അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് മെസ്സേജസ് കിട്ടാറുണ്ട്. മെയിലായിട്ടാണ് അത് അവരയക്കുന്നത്. എനിക്ക് ഓരോ ടിപ്സ് അയച്ചു തരും. ഇതാ എക്സസൈസിനെ കുറിച്ച് അവരുടെ ആപ്പിൽ എനിക്ക് എൻ്റർ ചെയ്യാൻ ഒരു പ്രയാസം വന്നു. ഞാൻ വെയിറ്റ് ട്രെയിനിങ്ങിന് എൻ്റർ ചെയ്തപ്പോൾ അത് എയറോബിക്സ് ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ആപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം നേരിട്ടാൽ അവർക്ക് നമ്മൾ മെയിൽ അയക്കാം. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ അവരതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരും. അതുപോലെ ഈ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ കാര്യം അത് പറഞ്ഞപ്പോൾ 6 o'clock കഴിഞ്ഞിട്ട് താങ്ക് യു. ഇനി അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്. ഗിവൺ ദ ഹീറ്റ് കൺട്രോളിങ്, opting for fruit was a sensible choice, but ensure you stay hydrated by increasing your water intake. Try to adhere to time-restricted eating by consuming your last meal earlier in the evening to avoid eating carbs after 6 p.m. 6 p.m. കഴിഞ്ഞ് കാർബ്സ് കഴിക്കരുത്. ഇങ്ങനെ പല അഡ്വൈസ് അവർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തരും. ഇതെല്ലാം കൊണ്ടും ഇവരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഫീസ് പേ ചെയ്ത് കമ്മിറ്റഡ് ആയി ചെയ്യാതെ, യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ, എൻ്റെ ഓൺ കമ്മിറ്റ്മെൻറ്റ് ടു മൈ ഓൺ ഹെൽത്താണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് വേറെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എത്രയും വേഗം എങ്ങനെയെങ്കിലും ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് വരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എനിക്ക് മാത്രമല്ല, ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക്. കുറേ വർഷങ്ങൾ നമ്മളോട് എല്ലാവരും പറഞ്ഞു ഇറ്റ്സ് എ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറഞ്ഞ് നമ്മൾ മരുന്ന് കഴിച്ചു. ആൻഡ് ദാറ്റ് ടൈം ഇറ്റ് വാസ് ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ഫോർ മീ ഓൾസോ. എൻ്റെ മരുന്ന് ഒരു ഗുളികയിൽ നിന്ന് 2 ഗുളിക, 2 ഗുളികയിൽ നിന്ന് ഇൻസുലിൻ 10 യൂണിറ്റിൽ നിന്ന് 27 യൂണിറ്റ് വരെ ആയി. അപ്പം അങ്ങനെ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ആയിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ അങ്ങനെ അല്ല എന്നും, ഇത് കൺട്രോൾ ചെയ്ത് ഒന്നുമില്ലെങ്കിലും തീരെ
നോൺ ഡയബറ്റിക് ആയില്ലെങ്കിൽ പോലും നമ്മൾക്ക് തന്നെത്താനെ കഴിയുന്നത്ര നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കുന്ന വിധങ്ങൾ പഠിക്കുന്ന പല സയൻറ്റിസ്റ്റും ഉണ്ട്. അപ്പൊ അവരോടൊക്കെ കൊളാബറേറ്റ് ചെയ്യാനും അത് എത്രയും എളുപ്പം അതൊക്കെ പ്രാക്ടിക്കൽ ആയാൽ നമ്മളെ പോലെയുള്ള ഇനി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസ്, നമ്മളെ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഡയബറ്റീസ് നമ്മുടെ മക്കൾക്ക് വരാം, അവർക്കെല്ലാം ഇത് ഉപകരിക്കും. അതും ഇത് എൻ്റെ ഒരു സന്തോഷമുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതിൽ ചേർന്നതിൽ. അപ്പൊ നിങ്ങൾ ഇതിലൊരു കമ്പൾഷനും ഇല്ല, നമ്മൾ ഫീസൊന്നും പേ ചെയ്യേണ്ട, നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട, അവർ നമ്മൾക്ക് ഒരു മെസ്സേജും അയക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർ റിപ്ലൈ തരത്തുള്ളൂ. അല്ലാതെ അവർ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇന്നും അയക്കാത്തത് അങ്ങനെ ഒന്നും അവർ ചോദിക്കത്തില്ല. ദേ ആർ നോട്ട് കമ്മിറ്റഡ് ടു അസ് ഇൻ ദാറ്റ് വേ. നമ്മൾ അതിൽ ജോയിൻ ചെയ്താൽ നമുക്ക് റിപ്ലൈ തരും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ പറയാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ സിർക്കേഡിയൻ ക്ലോക്കിന്റെ ആപ്പ് കാണിച്ചത്. അവരുടെ ഒരു വെബ്സൈറ്റും ഉണ്ട്, സിർക്കേഡിയൻ ക്ലോക്ക് എന്ന് നോക്കിയാൽ മതി. ആ വെബ്സൈറ്റിൽ നമുക്ക് വായിക്കാം, അവിടെ നിന്ന് നമുക്ക് ജോയിൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റ ബാങ്ക് പോലെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കുന്നു. അപ്പൊ ഇത് നമ്മളൊരു ഡയറിയിൽ എൻ്റർ ചെയ്താൽ ഇതുപോലെയാണ്. പക്ഷെ അപ്പൊ നമുക്ക് അഡ്വൈസ് ചെയ്യാനൊന്നും ആരുമില്ല. ഇതുപോലെ നമ്മൾക്ക് ഇത്രയും ഇൻഫർമേഷൻ ഇല്ല. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം, നമ്മൾ ഈ ഹാബിൾഡ് യോഗ ഗ്രൂപ്പുകാർ യോഗയിലെ സൗരഭ് ബോത്ര പറയുന്നുണ്ട്, ഇഫ് യു പുട്ട് സംതിങ് ഡൗൺ ഇൻ റൈറ്റിംഗ്, ഇത് നമ്മൾ റൈറ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ യു ആർ എൻറ്ററിങ് ഇറ്റ്, ദെൻ യു വിൽ റിമെമ്പർ ഇറ്റ്, അത് റീകോൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് മറന്നുപോകും. സത്യമാണ്. ഇത് കാരണമാണ് ഞാൻ മൈൻഡ്ഫുൾ ആകും, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ അത് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്തു. എനിക്ക് 6 മണി കഴിഞ്ഞ് കാബ് കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാൽ അത് വളരെയധികം കൂടും. അല്ലെങ്കിൽ ആ കാബ് വളരെ സൂക്ഷിച്ച് മിനിമൽ എമൗണ്ട് വേറെ വല്ലോ ഫൈബറോ പ്രോട്ടീനോ ഒക്കെ വെച്ച് കഴിച്ചാൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്താമായിരിക്കും. 6 മണി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും നല്ല ഫുഡ് ഫാറ്റും പ്രോട്ടീനും ഉള്ള എഗ്ഗ്, മുട്ട, വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വലിയ ബുൾസൈ ഉണ്ട്, വലിയ ഒരു മുട്ട എന്താ പറയുന്നത്, ഓംലെറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് ലേറ്റായി പോയാൽ ഞാൻ കഴിയുന്നത് 5:30-ക്കകം എൻ്റെ ലാസ്റ്റ് മീൽ കഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ വെള്ളം മാത്രമേ കഴിക്കാത്തുള്ളൂ. അപ്പൊ ഇനിയത്തെ എൻ്റെ എല്ലാ ദിവസവും പോയി HbA1c ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനിയത്തേത് ഞാൻ ജൂൺ കഴിയുമ്പോൾ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് 6.5-ൽ നിന്ന് താഴെ ആയിരിക്കുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഓൾ താങ്ക്സ് ടു സിർക്കേഡിയൻ ക്ലോക്ക്. അപ്പോൾ നമ്മൾക്ക് കാണാം. നന്ദി, നമസ്കാരം.